ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും രാവിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. കരാർ ജീവനക്കാരുടെ സമരം അവിടെ നടക്കുന്നു എന്നുള്ളതാണത്. വിമാനങ്ങൾ 30 മിനിറ്റ് വരെ വൈകുകയാണ്. അതേസമയം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളുമായി നിർബൻ ചേരുന്നുണ്ട്. നിർബൻ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ? ഇത്തരത്തിൽ പരാതി വരാനുള്ള കാരണം എന്താണ്? ഈ വിമാനങ്ങൾ വൈകുന്നു എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം അടിസ്ഥാനമുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്? പ്രിയ, ജീവനക്കാരുടെ പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരായിട്ടുള്ള ഏകദേശം 750ഓളം വരുന്ന ജീവനക്കാർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പണിയെടുക്കുന്നുണ്ട്. അവർ സമ്പൂർണ്ണമായി ഏകദേശം ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാർ സമരത്തിലാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച സമരമാണ്. എല്ലാ തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും സംയുക്ത സമരമാണ് നടക്കുന്നത്. CITUവും AITUCയും INTUCയും BMS അടക്കമുള്ള സംഘടനകളുണ്ട്. അതായത് ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ബഹുഭൂരിപക്ഷം ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ കരാർ ജീവനക്കാർ സമരത്തിലാണ്. കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല, ബോണസ് നൽകുന്നില്ല തുടങ്ങിയ തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഈ ജീവനക്കാരുടെ സമരം കാരണം ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടില്ല നിലവിൽ, പക്ഷേ സർവീസുകൾ വൈകുന്നുണ്ട്. നേരത്തെ പ്രിയ സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂറല്ല, 2.5 മണിക്കൂർ 3 മണിക്കൂർ അടക്കം കഴിഞ്ഞ രാത്രി മുതൽ ആരംഭിച്ച സമരം കാരണം വിമാന സർവീസുകൾ വൈകുന്നുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ പുറപ്പെടേണ്ട വിമാനങ്ങളടക്കം വൈകിയിട്ടുണ്ട്. ജീവനക്കാരുടെ ശക്തമായ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ശമ്പള പരിഷ്കരണം തന്നെയാണ്. പലതവണ ചർച്ച നടത്തി. കഴിഞ്ഞ 4-5 മാസക്കാലമായി തുടർച്ചയായ ചർച്ചയായിരുന്നു. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ സമീപനം ഈ സമരക്കാരോട് ഉണ്ടാകുന്നില്ല. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളടക്കം ചർച്ച നടത്തിയിരുന്നു. ഇനിയും തുടർ ചർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. സമരം ആരംഭിച്ച ശേഷവും ഈ തൊഴിലാളി സംഘടനാ നേതാക്കളുമായി അനുകൂല സമീപനം അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. ഇപ്പോൾ ഈ സംയുക്ത സമരസമിതിയുടെ ഇതിന് സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഭാരവാഹി സന്തോഷ് നമുക്കിപ്പോൾ ഉണ്ട്. സന്തോഷിനോട് തന്നെ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പ്രിയ, സന്തോഷ്, സമരം ഇന്നലെ രാത്രി ആരംഭിച്ചതാണ്. സമരം ഇപ്പോഴും തുടരുകയാണ്. വിമാന സർവീസുകൾ പലതും വൈകിയതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമരത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആവശ്യം എന്തൊക്കെയാണ് നമ്മൾ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്? കാലങ്ങളായിട്ട് ഈ വേജ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ ആ ചർച്ച 6 മാസം 7 മാസം ചിലപ്പോൾ 1 കൊല്ലം വരെ നീണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ചർച്ച വേജ് റിവിഷൻ്റെ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ നിലവിൽ 5 മാസമായി. ബോണസ് ചർച്ച കഴിഞ്ഞ മാസമാണ് തുടങ്ങിയത്. റീജിയണൽ ലേബർ ഓഫീസറിൻ്റെ സെൻട്രൽ മുമ്പിലായിരുന്നു ചർച്ച നടക്കുന്നത് എപ്പോഴും. അപ്പോൾ കഴിഞ്ഞ 6-ാം തീയതി ചർച്ച ഉണ്ടായിരുന്നു. അത് ഫെയില്യൂർ ആണെന്ന് റീജിയണൽ ലേബർ ഓഫീസർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായമായ വേതനവും ബോണസും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചത്. അത് മാനേജ്മെൻറ്റിനെ അറിയിച്ചു. ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ മാനേജ്മെൻറ്റുമായിട്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സാഹചര്യമാണുള്ളത്. ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗത്തിലെ ജീവനക്കാരാണ് ഏകദേശം എത്രത്തോളം ജീവനക്കാരാണ് ഇവിടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്നത്? അതിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരും ഇപ്പോൾ സമരത്തിലാണോ? എല്ലാ തൊഴിലാളികളുടെയും ആവശ്യം ഇത് തന്നെയാണോ? അല്ല, ഇതിപ്പോൾ സംയുക്ത സമരസമിതി, അതായത് INTUC, BMS, CITU അങ്ങനെ 3 ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടന്നതും ഈ സമരം ഇപ്പോൾ സംഘടിപ്പിക്കുന്നതും. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയിൽ 700ഓളം സ്റ്റാഫുണ്ട്. അതിനകത്ത് ഈ എയർക്രാഫ്റ്റ് ഗ്രൗണ്ട് റാം സൈഡ് ജോലി ചെയ്യുന്ന ഒരു 400ഓളം തൊഴിലാളികളുണ്ട്. ഇതിൽ എല്ലാ ട്രേഡ് യൂണിയൻ്റെയും പ്രവർത്തകർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം പണിമുടക്ക് സമരത്തിലോട്ട് നിൽക്കുകയാണ്. ഏകദേശം 400ഓളം തൊഴിലാളികളുണ്ട്. പ്രിയ, അതുതന്നെയാണ് ജീവനക്കാരനായിട്ടുള്ള പ്രത്യേകിച്ച് കരാർ ജീവനക്കാരുടെ സംഘടനയുടെ ഒരു ഭാരവാഹി സന്തോഷ് കൈരളി ന്യൂസിനോട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ സമരം ഇന്നലെ 9 മണിക്ക് ശേഷം തൊഴിലാളികൾ പണിമുടക്കി പുറത്തേക്ക് വന്നതാണ്. ഇപ്പോഴും എയർപോർട്ടിന് മുന്നിൽ അവരുടെ ശക്തമായ സമരം തുടരുന്നുണ്ട്. ഈ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, എയർപോർട്ട് അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. പലതവണ ചർച്ച നടത്തിയിരുന്നു. സമരത്തിലേക്ക് തള്ളിവിടുന്ന ഘട്ടത്തിലേക്ക് തൊഴിലാളികളെ കൊണ്ട്
ചെന്ന് എത്തിക്കുകയായിരുന്നു എന്നതാണ് സമരക്കാരുടെ നേതാക്കൾ പറയുന്നത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം തുടരുന്നത്. പല സർവീസുകളും വൈകുന്നു. തുടർച്ചയായി 2-2.5 മണിക്കൂറോളം വിമാന സർവീസുകൾ വൈകുന്നുണ്ട്. അടിസ്ഥാന ശമ്പളത്തിൽ വർധനവ് കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഉണ്ടാകുന്നില്ല. ബോണസ് നൽകുന്നില്ല. ഈ തൊഴിലാളികൾ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അവർക്ക് അനുഭാവമായ ഒരു തരത്തിലുള്ള സമീപനവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അതാണ് അവർ പറയുന്നത്. തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി കഴിഞ്ഞ ദിവസവും ചർച്ച നടത്തിയിരുന്നു. ഇനി അവസാനം നമ്മൾ അറിയുന്നത് ഈ സമരം പ്രഖ്യാപിച്ച ശേഷവും ഇന്ന് പ്രത്യേകിച്ചൊരു ചർച്ചയില്ല. ഇനി തിങ്കളാഴ്ച ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം തുടർ ചർച്ച നടത്താം എന്ന നിലപാടാണ്. പക്ഷേ എയർപോർട്ടിൻ്റെ ഭാഗമായി അധികൃതരുടെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സർവീസുകളൊന്നും റദ്ദാക്കിയിട്ടില്ല. വിമാനങ്ങൾ വൈകുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ താൽക്കാലികമായി പകരം ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് സർവീസുകൾ യഥാവിധം നടത്തും എന്ന നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ സമരം ശക്തമായി തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. ഭാരവാഹികൾ പറഞ്ഞത് സമരമായി ശക്തമായി മുന്നോട്ട് പോകും. ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം വരുന്നത് വരെ സമരം തുടരും. ന്യായമായ ആവശ്യങ്ങളാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഇത് ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണം എന്ന് തന്നെയാണ് സമരക്കാർ പറയുന്നത്. പ്രിയ. ശരി, എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് കരാർ ജീവനക്കാരുടെ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ശമ്പള പരിഷ്കരണം, ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ആവശ്യങ്ങൾ അത് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിമാനങ്ങൾ വൈകുന്നുണ്ട് എങ്കിൽ പോലും റദ്ദാക്കിയിട്ടില്ല എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല പകരം സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. എന്തായാലും സമരം അവിടെ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നാണ് തത്സമയം നൃപൻ വിവരങ്ങൾ നൽകിയത്.